സ്തോത്രം. പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയിൽ ആത്മീക ശിശുക്കളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. ശിശുക്കൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശിശുക്കൾ എന്തൊക്കെ ചെയ്യും? ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ മോളുടെ കൊച്ചു കാണിച്ചത് ഞാൻ പറഞ്ഞാൽ, ഒരു കളറിൻ്റെ ഒരു സാധനം കൊണ്ടുവന്ന് കൊടുത്തു. 3-4 കളറും ഒരു ചെറിയൊരു ബ്രഷും. ഈ കുഞ്ഞ് അതിൽ ആ ബ്രഷ് കൊണ്ട് 6-7 കളറുണ്ട്, 8, 10, 12 കളറുണ്ട്. അത് മുക്കി ഒരു വെള്ള പേപ്പറിൽ ഒരു വെള്ള ബുക്കുണ്ട്, അതിൽ മുഴുവൻ വരച്ച് വെച്ച്, അതിൻ്റെ മുഖത്തും വരച്ച്, കാലിലും വരച്ച്, നഖത്തിലും വരച്ച്, അടുത്തിരുന്ന ഞങ്ങളുടെ മേത്തും കൊണ്ട് തേച്ച്, എന്തൊക്കെ വീറി അത് കാട്ടിക്കൂട്ടിയെന്നറിയാം. ഇതേ കുഞ്ഞ്, 4.5 വയസ്സ് കഴിഞ്ഞ കുഞ്ഞ് ഒരു 5-ാം ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങിയ ഇതുപോലെയുള്ള കാര്യം ചെയ്യുമോ? അത് അപ്പം എന്താ അത് ചെയ്യുന്നത്? ശിശുവായിട്ടല്ലേ? അതുപോലെ ഇന്ന് സഭയിൽ ശൈശവാവസ്ഥ വിടാത്ത ശിശുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. 1 കൊരിന്ത്യർ 13:11. പുരുഷനായ ശേഷമാണ് ശിശുവിനുള്ളത് ത്യജിച്ചത്. അപ്പൊ പുരുഷനാകാത്തുള്ളത്തോളം കാലം ശിശുവിനുള്ളത് ത്യജിക്കത്തില്ല. ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അതാ ഇന്ന് സഭയെ കാണുന്നത്. ചില പാസ്റ്റർമാരിലും വിശ്വാസികളിലും കാണുന്ന മുഴുവൻ അതാ. ആത്മീക ശൈശവാവസ്ഥയുടെ ചാബല്യങ്ങളാണ് കോടതിയും കേസും വഴക്കും തമ്മിൽ ബഹളവും, തമ്മിൽ സ്നേഹിക്കാതിരിക്കുന്നത് മുഴുവൻ. ഒരു സഭയിൽ ചെന്നാൽ എത്ര പക്ഷമാണ്. ഞാൻ വായിച്ചു കേൾക്കുക ശൈശവാവസ്ഥയെക്കുറിച്ചുള്ള കാര്യം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10, 11, 12 വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളിടയിൽ ഭിന്നത ഭവിക്കാതെ ഏകമനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കണം വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലേവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഒരുത്തൻ ഞാൻ പൗലൂസിൻ്റെ പക്ഷക്കാരനെന്നും അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരനെന്നും കേഫയുടെ പക്ഷക്കാരനെന്നും ക്രിസ്തുവിൻ്റെ പക്ഷക്കാരനെന്നും പറയുന്നു. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി വിവാഹിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലൂസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലൂസിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം ഏറ്റുവോ? എൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് ആരും പറയാതെ വണ്ണം ക്രിസ്പോസിനെയും ഗായാസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കായാൽ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തെഫാനോസിൻ്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു, അല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചുവോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്നാനം കഴിപ്പിക്കാനല്ല, സുവിശേഷം അറിയിപ്പാനത്രേ എന്നെ വിളിച്ചത്. ഇന്ന് ചില പാസ്റ്റർമാർ പറയുന്നത് കേൾക്കുമ്പോൾ ഈ വേദഭാഗം അവരുടെ പുസ്തകത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് അവർ പറയുന്നതെന്ന് ഞാൻ വിചാരിച്ച് ഞാനങ്ങ് സമാധാനിക്കല്ല. ഞാനെന്താ പറയാൻ? ഞാൻ ഇത്ര പേരെ സ്നാനപ്പെടുത്തി, ഞാൻ ഇത്ര ആൾക്കാരെ സ്നാനപ്പെടുത്തി സഭയിൽ കൊണ്ടുവന്ന് ചേർത്തു. എനിക്കൊരു ചോദ്യം, ഈ സ്നാനപ്പെട്ടവരൊക്കെ ഇപ്പോൾ അവരുടെ ആത്മീയ നിലവാരം എങ്ങനെ ഇരിക്കുന്നു? വീണ്ടും ജനനം പ്രാപിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ദൈവസഭകളിൽ കൊണ്ടുവന്ന് ചേർത്തു എന്ന് അവകാശപ്പെടുന്ന നിങ്ങളോടൊരു ചോദ്യം, അവരുടെ ആത്മീയ നിലവാരം എങ്ങനെ? അവരെ ആ സഭയിലെ ശുശ്രൂഷകൻ ആത്മീയ വർധനവിലേക്കും ആത്മീയ നിറവിലേക്കും നടത്തിയോ? ഇന്നത്തെ ചോദ്യം തന്നെ ചോദിക്കാം. പ്രവൃത്തി 9 ചോദ്യം ഞാൻ ചോദിക്കാം. അതിനാണല്ലോ പ്രസക്തി. അവർക്ക് സമാധാനമുണ്ടോ? അവർക്ക് ആത്മീയവർദ്ധന പ്രാപിക്കുന്നുണ്ടോ? അവർ ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ടിരിക്കുന്നുണ്ടോ?
പ്രവൃത്തി 9:31. പ്രവൃത്തി 9:31 കാണാതെ പഠിച്ചോണം. പുതിയ നിയമസഭ എന്ന് പറഞ്ഞാൽ അതാ. ഹല്ലേലൂയ. അല്ല 16-ന്റെ 4-ഉം 5-ഉം വാക്യവും കൂടി അതും കൂടി ചേർത്ത് വെച്ച് പഠിച്ചോണം. അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരെയും മൂപ്പന്മാരെയും വിധിച്ച വിധി നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർ കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറച്ചു. എണ്ണത്തിൽ ദിവസങ്ങൾ വിശ്വാസത്തിൽ ഉറയ്ക്കുക. വിശ്വാസത്തിൽ ഉറച്ച വിശ്വാസികളുള്ള ഏത് സഭയായിരുന്നുള്ള പരിഹസിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല, വേദന കൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. സഭകളുടെ പേര് പറഞ്ഞു എണ്ണം പറഞ്ഞ് ഊറ്റം കൊള്ളുന്നവരോട് എനിക്ക് ചോദിക്കാനുണ്ട്, നിങ്ങളുടെ സഭയിലെ വിശ്വാസികളുടെ ആത്മീയ നിലവാരം എന്തിനു കൊള്ളാം? എന്തവർക്കറിയാം? അവർ ക്രിസ്തുവിൽ തികഞ്ഞു വരുന്നവരാണോ? അവർ ദൈവവചനം വായിക്കുന്നവരാണോ? അവർ പ്രാർത്ഥിക്കുന്നവരാണോ? അവർ വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണോ? അവർക്ക് വേർപാടുണ്ടോ? വിശുദ്ധിയുണ്ടോ? വേർപാടുണ്ടോ? ലോകത്ത് കിടന്ന് തലകുത്തി മറിയല്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രവൃത്തി പുസ്തകത്തിൽ പറയുന്ന 9-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ പറയുന്ന സഭകൾ ഉടലെടുക്കണം. ഇന്ന് കാണുന്ന ഈ വലിയ പേരൊക്കെ, വായിക്കൊള്ളാത്ത പേരൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന സഭയുടെ നേതൃത്വ നിലകളിൽ ഇരിക്കുന്നവരോടും ബഹുമാനപ്പെട്ട പാസ്റ്റർമാരോടും സെൻട്രൽ പാസ്റ്റർ, ലോക്കല് എന്ന് വേണ്ട പ്രസിഡന്റ്, സെക്രട്ടറി, കൗൺസിൽ അംഗം, സഭയിലെ എല്ലാ മാന്യ സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സഭകൾ ഏതവസ്ഥയിൽ വരണം? സമാധാനം ഉണ്ടാകണം സഭയ്ക്ക് ആദ്യം. പ്രവൃത്തി 9:31 ആത്മീയ വർധനവ് പ്രാപിച്ചുകൊണ്ടിരിക്കണം. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്ന് പെരുകിക്കൊണ്ടിരിക്കണം. അത് സഭയല്ല. അല്ലെങ്കിൽ അത് സഭയല്ല. നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി, ഉപദേശിമാരുടെ കഞ്ഞുകുടിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെറും കൂട്ടങ്ങളാണ്, കുറേ സംഘങ്ങളാണ്. തമിഴ്നാട്ടിലൊരു പാസ്റ്റേഴ്സ് സെമിനാറിന് വേണ്ടി കേരളത്തിൽ നിന്ന് 1-2 പേര് പോയി. ഇവരൊന്നും ഉപദേശമുള്ള സഭകളല്ല കേട്ടോ. ഇവരുടെ ടോക്ക് ഞാൻ ദിവസം കേൾക്കാനിടയായി. അവിടെ ചെന്നപ്പോൾ പാസ്റ്റേഴ്സ് സെമിനാറിൻ്റെ ഇടയിൽ ഒരു തമിഴ് പാസ്റ്റർ ഒരു മലയാളി പാസ്റ്ററോട് ചോദിക്കുക. അപ്പോൾ എനിക്ക് പേരൊക്കെ പറയാമെന്നറിയാം, പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അവർക്ക് കേൾക്കുകയാണെങ്കിൽ അവർക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല. അവരിൽ ഒരാൾ ചോദിക്കുക, തമിഴ് പാസ്റ്റർ മലയാളി പാസ്റ്ററോട് ചോദിക്കുക, പാസ്റ്റർ உங்களுக்கு எத்தனை ஆடுகள் இருக்கு? എനിക്ക് 300 தான் இருக்கு. 300 தான் இருக்கா? நான் 5000 வச்சிருக்காரு. நான் 5000 ആടുകളെ വെച്ചിരിക്കാര്, അവരെ വെച്ച് ഞാൻ തിന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാ. എങ്ക അണ്ണ 6000 വെച്ചിരിക്കാര്. അങ്ങനെയുണ്ട്. ഞാൻ 5000 വെച്ച് തിന്നുകൊണ്ടിരിക്കുക, എൻ്റെ അണ്ണൻ 6000-നെ വെച്ച് തിന്നുകൊണ്ടിരിക്കുക. ഇത് വല്ല സഭകളാണോ? എൻ്റെ പൊന്നെ, ആളെക്കുട്ടി കാശുണ്ടാക്കി പേരും പെരുമയും വർദ്ധിപ്പിച്ച് ധനസമ്പാദനം നടത്തി സുഖിയന്മാരായി ജീവിച്ച് നിത്യമായ നരകാഗ്നിയിലേക്ക് പോകുന്ന ജഡികന്മാരുടെ സംഘങ്ങളായി ഇന്നത്തെ സഭകൾ അധംപതിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, അതപ്പതിച്ചു പോയി, ജീർണിച്ചു പോയി. ഉപദേശം പഠിപ്പിക്കുന്ന സഭകളില്ലെന്ന്. പാട്ട് പാടി തുള്ളിച്ചവരുടെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് അവിടെ തോത്രാഴ്ച പാത്രത്തിൽ വീഴ്ത്തുക ചെയ്യുന്നേ. മനസ്സിലായി? ഐ ടി സുനി പറയുന്നൊരു വാക്കാണ്, അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടം അത്. ദ്രവ്യദാസൻ, ദൈവദാസൻ എന്നല്ല, ദ്രവ്യദാസൻ. ദ്രവ്യദാസന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. 500 രൂപ സ്വോത്രാഴ്ച ഇവിടെ വരുന്നവർ ഇടണമെന്ന് പറയുമ്പോൾ അവൻ ദ്രവ്യദാസനല്ല, പിന്നെ ഏത് ദാസനാ? എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സാത്താൻ്റെ ദാസനും കൂടിയാവൻ. അല്ല എന്താ? എൻ്റെ പ്രസംഗം എനിക്ക് ഇത്ര പ്രസംഗത്തിന് വേണമെന്ന് പറയുമ്പോൾ അവൻ ദ്രവ്യദാസനല്ലാതെ അവൻ ഏത് ദാസനാ? എനിക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ചോദിക്കുക. സഭകളുടെ ആത്മീയ വർധനവ് എവിടെ? ആത്മീയ വളർച്ച എവിടെ? ആത്മീയ നിറവിൻ്റെ അനുഭവങ്ങൾ എവിടെ? ഉപദേശം പ്രസംഗിച്ച് സഭയെ ആത്മീയരാക്കുന്ന സംഘങ്ങൾ എവിടെ? കൂട്ടങ്ങൾ എവിടെ?
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിഗത ഉപദേശം പ്രസംഗിച്ച് സഭയെ ആത്മീയമായി വളർത്തിയെടുക്കുന്ന സംഘങ്ങൾ എവിടെ 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 എവിടെയെങ്കിലും ഒന്ന് കാണാനുണ്ടോ? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന അയച്ച് വരുന്ന സംഘങ്ങൾ എവിടെയെങ്കിലും കാണാനുണ്ടോ? കാണുമായിരിക്കാം. ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് അവിടെ ഇടങ്ങളിലായിട്ട് കാണും. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവ് വരുമ്പോൾ അവരാ പോകുന്ന സഭ തമ്മിൽ തല്ലി വഴക്കമുണ്ടാക്കി കോടതിയിലും കേസിനും കയറി ഇറങ്ങി നടക്കുന്ന ജഡീകന്മാരൊന്നും കർത്താവിൻ്റെ ഒരു പോകുമെന്ന് ന്യായമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ തരമില്ല. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. വിശുദ്ധന്മാരെ ചേർക്കാനാ കർത്താവ് വരുന്നത്. പുതിയ നിയമസഭ വിശുദ്ധന്മാരുടെ സംഘമാണ്. വിശുദ്ധിയും വേർപാടുള്ളവരവരെ, ലോകമയത്തമുള്ളവരല്ലവരെ. ഈ ലോകത്തിൻ്റെ രണ്ടുപേരാകരുത്. ഇത് ദുഷ്ടലോകമാണെന്ന് ഗലാത്യർ 1:3 പറയുന്നു. ഈ ദുഷ്ടലോകത്ത് നമ്മളെ വിടുവിക്കേണ്ടത്. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഈ ലോകത്തിൻ്റെ രണ്ടുപേരാകരുത്. ഈ ലോകം ജഡമോഹം, കൺമോഹം, ഇത് പിതാവിൽ നിന്നല്ല. സ്വത്രം, അത് പിതാവിൽ നിന്നല്ല. ഈ ലോകമോഹങ്ങൾ പിതാവിൽ നിന്നല്ലെന്ന യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, അത് ഈ ലോകത്തിൽ നിന്നുള്ളതാണ്, പിതാവിൽ നിന്നുള്ളതല്ല. അല്ലെന്നേ യോഹന്നാൻ അപ്പോസ്തലൻ തറപ്പിച്ച് പറയാതെ. അതുകൊണ്ട് ഞാനിത് വിമർശനമായിട്ട് നിങ്ങൾ എടുക്കണ്ട. ഇതൊരു ബുദ്ധിയുപദേശമായിട്ട് എടുത്താൽ മതി. സഭ മടങ്ങി വരട്ടെ. എങ്ങോട്ട് മടങ്ങി വരണം? യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലുള്ള സഭകളെ പോലെ സഭയ്ക്ക് സമാധാനം ഉണ്ടാകണം, ആത്മീയവളർച്ച പ്രാപിക്കണം, കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ടിരിക്കണം. ഞാനതിനിങ്ങനെ പറയും, ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവ് സഭ പ്രാപിക്കണം. അല്ലെങ്കിൽ സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല. ഇവിടെ കിടന്ന് വട്ടം കറങ്ങാം. ഇവിടെ BMW മേടിക്കാം, 11.5 കോടിയിൽ വീട് പണിയാം, വാഹനങ്ങൾ പലതും വാങ്ങിക്കൂട്ടാം. ഭാര്യയും 4 മക്കളും ഉണ്ടെങ്കിൽ ഭാര്യയ്ക്കൊരു വാഹനം, ഭർത്താവിനൊരു വാഹനം, 4 മക്കൾക്ക് 4 വാഹനം. അതെല്ലാം ഇവിടെ നടക്കും. പക്ഷെ സ്വർഗത്ത് പോകണമെങ്കിൽ ഹല്ലേലൂയ, പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവരാകണം. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, എൻ്റെ കാഴ്ചയുടെ പിന്തുടരാൻ മാതൃക നിശ്ചയിച്ചു പോയി. അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സഭയായിരിക്കാൻ പറ്റത്തില്ല. അപ്പോസ്തലന്മാരെല്ലാം കഷ്ടതയിൽ കൂടിയാണ് ഒരു സ്വർഗരാജ്യത്തിൽ പോയത്. അവരെല്ലാം ഇടുക്ക് വഴിയിലൂടെയാണ് സ്വർഗരാജ്യത്തിൽ പോയത്. നമ്മൾ ഇടുക്ക് വഴി വേണ്ട, വിശാലമായ വഴി പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നാശത്തിലേക്കാണ് പോകുന്നത്. കർത്താവ് പഠിപ്പിച്ചേ. കർത്താവിൻ്റെ മക്കൾ എപ്പോഴും ഇടുക്കത്തിലും ഞെരുക്കത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നേ. അത് ദൈവം വെച്ചിരിക്കുന്നതാ. ദൈവം വെച്ച വ്യവസ്ഥയാണ്. അത് മാറ്റാൻ നമ്മൾ ആർക്കും കഴിയില്ല. അത് നമ്മളാരെങ്കിലും മാറ്റിയാൽ അതിൻ്റെ പിന്നിൽ നാശമാണ്. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരും അതുപോലെ ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലും പോയിക്കൊണ്ടിരുന്നവരാണ്. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. പിന്നെ എടുത്തെടുത്ത് പറയുന്നതിൽ ദൈവമക്കൾ എന്നോട് ക്ഷമിക്കുക. 1 കൊരിന്ത്യർ 14 അധ്യായം നമ്മൾ പഠിച്ചു വരുമ്പോൾ 1 കൊരിന്ത്യർ 4 അധ്യായം പഠിച്ചു വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഈ നാഴിക വരെ നിങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും തിരുവാസം കൂടാതെ സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്നുവരെയും സകലത്തിൻ്റെ അഴുക്കായി തീർന്നിരിക്കുന്നു. ഇതാണ് പുതിയ നിയമസഭയിലെ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാരുടെ ഒരു ബയോഡറ്റ. ഇതിനോട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്ന സഭകളോ ശുശ്രൂഷകന്മാരോ ഇന്ന് ഭൂമിയിലുണ്ടോ? കോടികളുണ്ടാക്കി സുഖിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ കാര്യത്തിൽ എങ്ങനെ വരും? ദരിദ്രരെ നിങ്ങൾ ഓർത്തുകൊള്ളണമെന്നാണ് പൗലോസ് ഓടിപ്പിച്ചത്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം എന്താ? ഞെട്ടിപ്പോകരുത്, ഞെട്ടരുത്. ആ വാക്യം കേട്ട് നമ്മളാരും ഞെട്ടിപ്പോകരുത്. ദൈവത്തിൻ്റെ കോളിംഗ്, ദൈവത്തിൻ്റെ സെലക്ഷൻ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ആർക്കാണെന്നാണ് അവിടെ പറയുന്നത്. 2-ന്റെ 5.
പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ 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 വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാകേണ്ടതിന് തെരഞ്ഞെടുത്തില്ലയോ? ദരിദ്രന്മാരെ തെരഞ്ഞെടുത്തു, അവരെ ആത്മീക സമ്പന്നരാക്കി, പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി അവരുടെ മേൽ പകർന്നു. അവർ ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിച്ചു. ആ സുവിശേഷത്തിൻ്റെ ധ്വനി എൻ്റെ ചെവിയിലും എത്തി, നിങ്ങളുടെ ചെവിയിലും എത്തി. ആ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, മാനസാന്തരപ്പെട്ടു, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ സ്ഥാനപ്പെട്ടു, പരിശുദ്ധ അഭിഷേകം പ്രാപിച്ചു. നമ്മൾ ലാഭോളം വിശുദ്ധിയിൽ വേർപാടിൽ ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കേണ്ട ഒരു സംഘമാണ് നമ്മൾ. തെറ്റിദ്ധരിക്കപ്പെട്ടത് തന്നെ, ഞാൻ ദൈവവചനം കൊണ്ടാണ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ധനവാൻ സ്വകാര്യത്തിൽ കിടക്കുന്ന ഒട്ടകം സൂചിക്കുഴി കിടക്കുന്ന പോലെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ വരെ വലിച്ചൊടിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. 1 കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ്, ഞാനത് എപ്പോഴും പറയുകയാണ്, പക്ഷേ ഇപ്പോൾ ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാനാണ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ സ്തോത്രം 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 സ്തോത്രം. വചനത്തിൽ കൂട്ടിച്ചേർക്കുന്നവരെ പോലെയല്ല. ഞങ്ങൾ ആരാ? വചനത്തിൽ കൂട്ടിച്ചേർക്കുന്നവരെ പോലെയല്ല. സ്തോത്രം. മനസ്സിലായി? വചനത്തിൽ കൂട്ടിച്ചേർക്കുക. 2 കൊരിന്ത്യർ ലേഖനത്തിലുണ്ടത്. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെ അല്ല. കൂട്ടിച്ചേർക്കുന്നവരല്ല ഞങ്ങൾ. വചനത്തിൽ കൂട്ടിച്ചേർത്ത് വചനത്തെ കോട്ടിക്കളഞ്ഞ്, പിന്നെ വചനത്തെ കൂട്ടിച്ചേർക്കുക, കോട്ടിക്കളയുക, മറിച്ച് കളയുക. ഗലാത്യ ലേഖനം. വചനത്തെ മറിച്ച് കളയുക. ഒരു വലിയ മർമ്മം പറയാൻ കർത്താവിൽ ശരണപ്പെടുക. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം എല്ലാവരും ഒന്നെടുത്താണ്. കൈ കഴുകാതെ ഭക്ഷണം കഴിച്ച വിഷയത്തെക്കുറിച്ച് യേശുവിനെ രൂക്ഷമായി വിമർശിക്കുന്ന ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും കർത്താവ് കൊടുക്കുന്ന ഒരു വലിയ മറുപടിയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മർക്കോസ് 7:1 യെരൂശലേമിൽ നിന്നും പരീശന്മാരും ശാസ്ത്രിമാരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ ശുദ്ധിയില്ലാതെ എന്ന് വെച്ചാൽ കൈ കഴുകാത്ത കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. ദൂതന്മാർ കൈയെല്ലാം കഴുകി, മുഖവും കഴുകി, ചെവിയും കഴുകി, ഹൃദയം മാത്രം കഴുകത്തില്ല. ഇന്നത്തെ പെന്തക്കോസ്തുകാരെ പോലെ ഹൃദയം കഴുകത്തില്ല. വലിയ ശുദ്ധീകരണമോ അല്ല, പെർഫ്യൂമൊക്കെ അടിച്ച് പൊളിച്ച് പോണ കണ്ടു കഴിഞ്ഞാൽ ഹൃദയം മുഴുവൻ ദുഷ്ടത നിറഞ്ഞിരിക്കുക. ഹൃദയത്തിൽ എന്തൊക്കെ നിറഞ്ഞിരിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞു. ഈ രൂക്ഷമായി വിമർശിച്ചവരുടെ കർത്താവ് എന്താ പറഞ്ഞത്? മനുഷ്യന് പുറപ്പെടുന്നതല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത് ഹൃദയത്തിൽ നിന്ന്, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢതവ എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങൾ എല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറയാൻ വന്ന വേറൊരു വിഷയമാണ്, പക്ഷേ ഇതിൻ്റെ ഇടയിൽ കയറി വന്നുകൊണ്ട് അത് പറഞ്ഞു പോയത്. അത് നമുക്ക് പ്രയോജനമായി തീരട്ടെ. ഈ വകുപ്പുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ ഇത് വിട്ടുമാറാനുള്ള ലാസ്റ്റ് ടൈമാണിത്. പിന്നെ പറയുന്നത് വചനത്തെ വിട്ടുകളയുന്നു. 7:7 വചനത്തെ വിട്ടുകളയുന്നു. 7:9 ദൈവകൽപ്പന തള്ളിക്കളയുന്നു.
7:12 ദൈവകൽപ്പന ദുർബലമാക്കുന്നു. വചനം വിട്ടുകളയുന്നു, വചനം തള്ളിക്കളയുന്നു, വചനം ദുർബലമാക്കുന്നു. ഇതാണ് ഇന്ന് നടക്കുന്ന ശുശ്രൂഷകൾ മുഴുവൻ. 8 പോക്കറ്റിട്ട് ജുബ്ബയായിട്ട് നടക്കുന്നവരൊക്കെ ചെയ്യുന്ന ഇതാ, വചനത്തെ ദുർബലപ്പെടുത്തുകയാണ്. ഡിസ്കോ ഡാൻസ് നടത്തുമ്പോൾ വചനത്തെ ദുർബലപ്പെടുത്തുകയാണ്. മൈക്കൽ ജാക്സൺ സ്റ്റൈലിലെ ഡാൻസ് കളയുമ്പോൾ വചനത്തെ ദുർബലപ്പെടുത്തുകയാണ്. വചനത്തെ തള്ളിക്കളയുക, വചനത്തെ വിട്ടുകളയുക, തിരുവചന സത്യങ്ങളെ കൂട്ടിക്കളയുക, കൂട്ടുചേർക്കുക, മറിച്ച് കളയുക. ദൈവത്തിൻ്റെ ന്യായവിധി വരും അധികം താമസിക്കാതെ. ഹല്ലേലൂയ. സഭ എന്താണെന്നും സഭയിൽ എങ്ങനെ നടക്കണമെന്നും പൗലോസ് തിമോഥെയോസിന് എഴുതുന്ന ലേഖനം നമുക്കൊന്ന് വായിക്കാം. എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് അത് തന്നിട്ടുണ്ട്. ഞാനത് എടുത്ത് നിങ്ങളുടെ മുൻപിൽ വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവസഭയിൽ എങ്ങനെ നടക്കണമെന്ന് തിമോഥെയോസിന്റെ ലേഖനം നല്ല വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കാം. 15-ന്റെ 2-ാമത്തെ പാർട്ടാണ്. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. എന്തോ തിമോഥെയോസിന് എഴുതിയതാ. അത് ശരി. അപ്പൊ നമുക്ക് വേണ്ട. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ നടക്കുന്നത് എങ്ങനെയെന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സഭയുടെ ഉപദേശക്രമം പുസ്തകത്തിലുണ്ട്. സഭയുടെ നടപടിക്രമം പുസ്തകത്തിലുണ്ട്. സഭയുടെ ഉപദേശം പുസ്തകത്തിലുണ്ട്. പുതിയ നിയമസഭയുടെ ലിഖിതമായ ഉപദേശം പുസ്തകത്തിലുണ്ട്. അത് പഥ്യവചനം, പഥ്യോപദേശം, ക്രിസ്തുവിൻ്റെ ഉപദേശം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനം, ഭക്തിക്കൊത്ത് ഉപദേശം, രാജകീയ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം, തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. കണ്ടോ? ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലത്. പുതിയ നിയമസഭയെന്ന് പറഞ്ഞാൽ ലിഖിതമായ പ്രമാണം സഭയ്ക്കുണ്ട്. ആ പ്രമാണത്തിനാണ് പറയുന്ന പേരാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം. ക്രിസ്തുവിൻ്റെ ഉപദേശം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ വിട്ടുപോകുന്ന ഒരുത്തനും ദൈവമില്ല. ഞാൻ സഭയുടെ ഇതര നാമങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഉപദേശത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞല്ലോ. യാക്കോബ് പറയുന്ന രാജകീയ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. പുതിയ നിയമസഭ പ്രമാണം അതാ. അപ്പോസ്തലന്മാർ ഉപദേശം തരുന്നതുകൊണ്ട് ആർക്കും അത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. അവർ ആളെ പിടിച്ച് നടന്നവരല്ലേ? മോശ കൊട്ടാരത്തിൽ കിടന്ന ആളല്ലേ? മോശ കൊട്ടാരത്തിൽ കിടന്ന് വളർന്ന ആളല്ലേ? അദ്ദേഹത്തെ കൊണ്ടുവന്ന് മരുഭൂമിയിലിട്ട് ആടുകളെ മേയിപ്പിച്ച് അവസാനം ന്യായപ്രമാണം കൊടുത്ത് ജനത്തെ പഠിപ്പിക്കുന്ന ഉപദേശി അവസാനം തൊഴിഞ്ഞുപോയി. അവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച കനാൻ ദേശത്ത് പ്രവേശിക്കാൻ കഴിയാതെ അവരുടെ സെൻട്രൽ പാസ്റ്ററായ ഉപദേശി ഇടയ്ക്ക് വെച്ച് തൊഴിഞ്ഞു പോയി. ഇന്നത്തെ ഉപദേശിമാരിൽ നല്ലൊരു പങ്കും തൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മടങ്ങി വരണം അപ്പോസ്തല ഉപദേശത്തിലേക്ക്. യെസ്, ഒരു വഴിയില്ലല്ലാതെ. അപ്പോസ്തല ഉപദേശം സഭയിൽ പ്രസംഗിക്കണം. സങ്കീർത്തന വായന നിർത്തണം. ന്യായപ്രമാണത്തിന്റെ പഠിപ്പിക്കൽ സഭയെ പഠിപ്പിക്കരുത്. സങ്കീർത്തനം വായിക്കുന്നവരാണെങ്കിൽ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താ പാസ്റ്റേ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം? ഞാൻ ഈ പറയുന്ന സങ്കീർത്തനം നിങ്ങൾ എങ്ങനെ വായിക്കും? ഞാൻ നിങ്ങളെ ആരെയും വ്രണപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. 150-ാം സങ്കീർത്തനം നിങ്ങൾ എങ്ങനെ വായിക്കും? 55-ാം സങ്കീർത്തനം നിങ്ങൾ എങ്ങനെ വായിക്കും? 51-ാം സങ്കീർത്തനം നിങ്ങൾ എങ്ങനെ വായിക്കും? ഇത് സഭയെ വായിക്കാൻ പറ്റത്തില്ല. ഇത് ശാപസങ്കീർത്തനമാണെന്ന് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുക. 109-ാം സങ്കീർത്തനത്തിലെ ചില വാക്കുകൾ ഉച്ചരിക്കുന്നു.
എൻ്റെ സ്നേഹത്തിന് പകരം ഞാൻ അവർക്ക് വൈരം കാണിക്കുന്നു, ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാവീദ് പറയുക, നന്മയ്ക്ക് പകരം നന്മയും നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം ദോഷവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു. ആരാണ്ടും ഈ ദാവീദിനോട് എന്ത് കാണിച്ചു? തിന്മയ്ക്ക് പകരം സ്നേഹത്തിന് പകരം തിന്മ ചെയ്തു. ആരോ ദോഷം ചെയ്തു. അതുകൊണ്ട് നീ അവരുടെ മേൽ, ദൈവത്തോട് പറയാ, നീ അവരുടെ മേലൊരു ദുഷ്ടനെ നിയമിക്കണമേ. ആരുടെ മേൽ? ദാവീദിനെതിരെ തിന്മ ചെയ്തവരുടെ മേൽ ഒരു ദുഷ്ടനെ നിയമിക്കണമേ. എതിരാളി അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കട്ടെ. അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരന് തെളിയട്ടെ. അവരുടെ പ്രാർത്ഥന പാപമായി തീരട്ടെ. അവരുടെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവൻ്റെ സ്ഥാനം മറ്റൊരുത്തൻ ഏൽക്കട്ടെ. അവൻ്റെ മക്കൾ അനാഥരും അവൻ്റെ ഭാര്യ വിധവയുമായി തീരട്ടെ. അവൻ്റെ മക്കൾ അലഞ്ഞ് തെണ്ടി നടക്കട്ടെ. തങ്ങളുടെ ശൂന്യഭവനങ്ങളെ വിട്ട് ഇരന്ന് നടക്കട്ടെ. കടക്കാരൻ അവനുള്ളതൊക്കെ കൊണ്ടുപോകട്ടെ. അന്യജാതിക്കാർ അവൻ്റെ പ്രയത്നഫലം കൊള്ളയിടട്ടെ. അവന് ദയ കാണിപ്പാൻ ആരും ഉണ്ടാകരുതേ. അവൻ്റെ അനാഥരോട് ആർക്കും കൃപ തോന്നരുതേ. അവൻ്റെ സന്തതി മുടിഞ്ഞു പോട്ടെ. ഇതാണ് ദാവീദിൻ്റെ പ്രാർത്ഥന. പണ്ട് ഒരു പാസ്റ്റർ, ഒരു സഭയുടെ പാസ്റ്റർ ഒരു വിശ്വാസിയുടെ വീട്ടിൽ ചെന്നപ്പോൾ, പേരൊന്നും ഞാൻ പറയുന്നില്ല, അവിടെ ഇട്ട അച്ചായൻ അടുത്ത വീട്ടിലവൻ മുടിഞ്ഞു പോകാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പാസ്റ്റർ ചോദിച്ചു, അച്ഛാ ഇതെന്തേ ഈ പ്രാർത്ഥിക്കുന്നത്? പാസ്റ്റർ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ അത് തന്നെയല്ലേ? എങ്ങനെയുണ്ട്? പാസ്റ്റർ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിലെ കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. എങ്ങനെയുണ്ട് പ്രിയമുള്ളവരെ? ഞാനിത് പറയുമ്പോൾ പലർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വരികയില്ല. ഇഷ്ടപ്പെടണം, അല്ലേ പറ്റില്ല. ഞാൻ ആരെയും വ്രണപ്പെടുത്താൻ പറയുകയല്ല. ഈ ന്യായപ്രമാണത്തിൻ്റെ ചൊൽത്തും പഠിപ്പിക്കലിൽ നിന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നുള്ള ആ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച്, കർത്താവ് പറഞ്ഞത് പ്രസംഗിച്ച് അവർ കർത്താവിൻ്റെ ശിഷ്യന്മാരാക്കി. നമ്മൾ അത് ചെയ്താൽ മതി, അതിലപ്പുറം ഒന്നും കയറി ആരും ചെയ്യണ്ട. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. മനസ്സിലായോ ഈ പറയുന്നത്? കർത്താവിൻ്റെ വചനത്തെ നമ്മൾ ആരും തള്ളിക്കളയരുത്. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചതുപോലെ പിതാവേ, ഞാൻ ഇവരെയും അയക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അയക്കുന്നു, അപേക്ഷിക്കുന്നു. ഞാൻ ലോകക്കാരല്ലാത്ത പോലെ അവർ ലോകക്കാരല്ല. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 20 വാക്യങ്ങൾ എല്ലാ പാസ്റ്റർമാരും 100 പ്രാവശ്യം വായിച്ചു പഠിക്കണം. അപ്പോസ്തലന്മാരെ വചനം പരമേൽപ്പിക്കുക. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ കൂടി, 17 മുതൽ 17 തൊട്ട് 21 വരെ, അത് ഞങ്ങളുടെ പക്കൽ വചനം പരമേൽപ്പിച്ചിരിക്കുന്നു. വചനം ഞങ്ങളുടെ ലഭിച്ചിരിക്കുന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്നത് കർത്താവ് പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കുന്നു, സംസാരിക്കുന്നു. വചനം ഞങ്ങളുടെ പക്കൽ, അപ്പോസ്തലന്മാരുടെ പക്കൽ. ആദിമ അപ്പോസ്തലന്മാരായ പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ. പൗലോസ് പിന്നീടാണ് വരുന്നത്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദ്യമായ അപ്പോസ്തലന്മാരുടെ മേൽ വചനം പരമേൽപ്പിച്ചു. അവരത് വരും തലമുറയ്ക്ക് കൊടുത്തു. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയത്തില്ല. 8 പോക്കറ്റ് വിട്ട് ചാടിക്കളിക്കുന്ന അച്ചായൻ എന്ത് പറയണമെന്നില്ല, അച്ചായൻ അറിയത്തില്ല. അതിൻ്റെ ഒരു വാക്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. 1 തീമോഥെയോസ് 6-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശം അനുസരിക്കാതെ അന്യതാ ഉപദേശിക്കുന്നതും ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്ദാനത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ഉയർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ഷണ്ഠ, ദൂഷണം, ദുശംസയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വൃത്യവാദം എന്നിവ ഉളവാകുന്നു. ദൈവഭക്തി ഇവർ ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. വചനമെടുത്ത് പ്രസംഗിച്ച് കാശുണ്ടാക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും കുമിളുപോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ജാഗ്രത. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ദൈവവചനം പ്രസംഗിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കാത്ത ഒരു ശുശ്രൂഷകളും ആത്മീകം അല്ല.
പൗലൂസും പത്രോസും യോഹന്നാനും ചെയ്തൊക്കെ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെ പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെ സകല ജ്ഞാനത്തോടുകൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിക്കൊത്തോണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഹല്ലേലൂയ. പുതിയ സഭയെ എനിക്ക് ഒത്തിരി പറയാനുണ്ടെങ്കിലും സമയത്തിൻ്റെ ദൗർലഭ്യം നിമിത്തം ഞാനങ്ങ് നിർത്തുകയാണ്. സഭയെന്നുള്ളത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭയെന്നുള്ളത് നിർമ്മല കന്യക അല്ലെങ്കിൽ മണവാട്ടിയ. സഭയെന്നുള്ളത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ 3 പഠനങ്ങൾ ഒരു പാസ്റ്റർ പഠിച്ച് പ്രസംഗിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു പാസ്റ്ററല്ല, സ്വത്രാശപ്പെടുങ്ങായിരിക്കുന്ന ആളാണ്. ഹല്ലേലൂയ. എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏത് മനുഷ്യനായിക്കോട്ടെ, ഏത് പാസ്റ്റർ ആയിക്കോട്ടെ, ഏത് രാജ്യക്കാരനും ഏത് ഭാഷക്കാരനും ഏത് ഗോത്രക്കാരനും ആയിക്കോട്ടെ, വിശ്വാസികളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്താനാണ് ശുശ്രൂഷ. അപ്പോസ്തലന്മാർ അതാ ചെയ്തുകൊണ്ടിരുന്നത്. പ്രവൃത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ ദൈവരാജ്യം പ്രസംഗിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചു പോന്നു പൗലൂസ്. 2 ഭാഗത്ത് അത് കാണുന്നു. ദൈവരാജ്യം, സ്വർഗരാജ്യം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശം. ഇന്നത്തെ എന്താ ചെയ്തു? എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസനൊരു സഹോദരൻ എനിക്കൊരു ക്ലിപ്പ് ഇട്ടിരിക്കുക, സഭ മഹോദരത്തിലൂടെ പോകുന്നു. പുള്ളി അത് കേട്ട് വിശ്വസിച്ച് എന്നോടും മഹോദരത്വത്തിലൂടെ പോകാനായിട്ട് ഒരുങ്ങിക്കൊള്ളാനാണ് പുള്ളി പറയണത്. ഞാൻ പുള്ളിക്ക് വൈസ് പ്രസിഡന്റ് ഇടാൻ പോവുക. നിങ്ങൾ മഹോദരത്വത്തിൽ പൊക്കോ, ഞാൻ പോകാനില്ല, ഞാൻ അതിനും പോകാതിരിക്കുക. പുള്ളിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പൊക്കോ, പുള്ളിക്കും പുള്ളിയുടെ കൂട്ടറിനും പാസ്റ്റർമാർക്കൊക്കെ പൊക്കോ. ഇവരൊക്കെ അമേരിക്കയിലും ലണ്ടനിലും അവിടെ ഇവിടെയും കിടന്നുകൊണ്ട് വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറഞ്ഞ് വിശ്വാസികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ദുരുപദേശം പറയുന്നവരൊക്കെ വലിയ കോടീശ്വരന്മാരായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത, അതാണ് അതിൻ്റെ അടയാളം. വിശാലമായ വഴിയിലൂടെ പോയിട്ട് അവർ ഉപദേശം പറയുന്നത്. നിങ്ങൾ ഇടുക്ക് വഴിയിലോട്ട് ഇറങ്ങ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുക. യഥാർത്ഥ സഭയെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ ശരീരം, അതാ സഭ. മണവാട്ടി സഭയാണ് സഭ. ഈ ക്രിസ്തുവിൻ്റെ ശരീരം എന്നുള്ള സഭ, ഇന്നേക്കൊരു 10 വർഷം മുമ്പ് ഞാനൊരു ക്ലാസ്, എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ആ വരാപ്പുഴ ഒരു പാസ്റ്ററിൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ എടുത്തു. വളരെ അനുഗ്രഹമായിരുന്നു ആ ക്ലാസ്. അനേകരത് കേട്ടിട്ട് പറഞ്ഞു, പക്ഷേ ഞങ്ങളത് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടിട്ട് ഇപ്പോഴും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് കണ്ടപ്പോൾ അവരത് പറഞ്ഞു, ഞങ്ങൾ ഇപ്പോഴും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരം. അതിനെക്കുറിച്ച് കൊലോസ്യ ലേഖനത്തിൽ പറയുന്ന ശക്തമായ ഒരു പ്രബോധനം പറഞ്ഞ് ഞാൻ കർത്താവിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 9-10 വാക്യങ്ങൾ. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപം വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. തലയായ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. എങ്ങനെയായി പരിപൂർണരാകുന്നത്? തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവീകമായ വളർച്ച പ്രാപിക്കുന്നു. അപ്പോഴാണ് പരിപൂർണരാകുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഉപദേശം ശരീരമാം സഭയുടെ അവയവങ്ങളാകുന്ന നമ്മൾ കേട്ട് ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ്, അതാണ് പുതിയ നിയമസഭ. അല്ല സങ്കീർത്തനം പാടി പാട്ടും പാടി ഗോലിയാവിനെയും ഏലിയാവിനെയും ദാവീദിനെയും എന്ന് വേണ്ട വെട്ടും കുത്തും പഴയ നിയമത്തിലെ ഘോരമായ സംഭവങ്ങളൊക്കെ എടുത്ത് പ്രസംഗിച്ച് ആൾക്കാരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാസംഗികന്മാരെല്ലാം ഇത് കേട്ട് മാനസാന്തരപ്പെടണം. ഇല്ലെങ്കിൽ ജനത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. കൊയ്ത്ത് വളരുണ്ട്, വേലക്കാരോ ചുരുക്കം. ഇത് കൊയ്ത്തിൻ്റെ സമയമാണ്. 2000 വർഷമായി വിതച്ചത് മുഴുവൻ വിശ്വാസികളാകുന്ന മണികളായി തീർന്നു. ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വിശ്വാസികൾ ഭൂമിയിലുണ്ടായി. അപ്പോസ്തലന്മാർ വിതച്ചത് മുമ്പ് ഉണ്ടായതാണതൊക്കെ. ഇതെല്ലാം ഏതവസ്ഥയിൽ കിടക്കുന്നു? ഇത് കൊയ്യാറായ അവസ്ഥയിലാണോ? ഇവരെല്ലാം ശൈശവാവസ്ഥയിൽ കിടക്കുകയല്ലേ? ആത്മീയ ശിശുക്കളല്ലേ? 33.5 വയസ്സുള്ള കർത്താവാണ് ഈ ഭൂമിയിൽ നിന്ന് പോയത്. 2-ാം അധ്യായത്തിൽ പ്രവൃത്തി 2-ൽ അവരോട്
എന്നോട് കേട്ട പിതാവിൻ്റെ വായത്തിൽ കാത്തിരിക്കണമെന്നൊക്കെ പറഞ്ഞ് കർത്താവ് ആരോഹണം ചെയ്തു. ഗലീല പുരുഷന്മാരെ നിങ്ങൾ നോക്കി നിൽക്കുന്ന ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശു പോയതുപോലെ തിരികെ വരുമെന്ന് പറഞ്ഞു. 33.5 വയസ്സ് പോയി അവൻ തിരിച്ചു വരുമ്പോഴും അതേ പ്രായത്തിലാണ് വരുന്നത്. വരുമ്പോൾ ഇവിടെ ശൈശവാവസ്ഥയിൽ കിടക്കുന്ന ഇങ്ക എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന സഭയാണ് ചേർക്കാൻ പോകുന്നത്. ശൈശവാവസ്ഥയിൽ കിടക്കുന്ന വിശ്വാസികളാണ് ചേർക്കാൻ പോകുന്നത്. ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെടുന്ന ശരീരമാം സഭയാകുന്ന വിശ്വാസികളല്ലേ ചേർക്കുന്നത്. തലയിൽ നിന്നുള്ള ഉപദേശം കേട്ട് വളർച്ച പ്രാപിക്കണമെന്നല്ലേ കൊലോസ്യലേഖനം പറയുന്നത്. തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവൻ ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത്. തലയെ മുറുകെ പിടിക്കാതെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പ്രമാണത്തെ മുറുകെ പിടിക്കുക. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കുക. ആ പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് ഉപദേശിച്ച് ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് ശൂഷന്മാർ വിശ്വാസികളെ നടത്തണം. ഇല്ലെങ്കിൽ സഭ കൊണ്ട് ഗുണമില്ല. ഉപദേശന്മാർക്ക് ജീവിക്കാം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം, BMW കാറ് മേടിക്കാം. ബോംബെയിലൊരു പാസ്റ്റർ പുതിയ കാർ ഇറങ്ങുമ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുക. താൻ ഉപയോഗിക്കുന്ന കാറിൻ്റെ ന്യൂ ബ്രാൻഡ് ഇറങ്ങുമ്പോൾ പഴയത് കൊടുത്ത് പിന്നെ പുതിയത് മേടിക്കുക. 2 വർഷം കഴിയുമ്പോൾ അതിൻ്റെ പുതിയ മോഡൽ വരുമ്പോൾ ഇത് വിറ്റ് പുതിയത് മേടിക്കുക. ആരാ അത്? പാസ്റ്റർ. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഡോക്ടർ മുരളീധരൻ പാസ്റ്റർ പറഞ്ഞ ഒരു സംഭവമാണ്. അപ്പോൾ ആ പാസ്റ്ററിൻ്റെ ശുശ്രൂഷ കാറ് മേടിക്കൽ ശുശ്രൂഷയാണ്. കാറ് വിൽക്കൽ ശുശ്രൂഷയും കാറ് മേടിക്കൽ ശുശ്രൂഷയും. ഇത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന പാസ്റ്റർമാരുണ്ട്, എനിക്കറിയാം. കാറ് കച്ചവടം നടത്തുന്നവരുണ്ട്, ഫ്ലാറ്റ് കച്ചവടം നടത്തുന്നവരുണ്ട്. അവരുടെ ഫോണിൽ അതൊക്കെ ചെയ്തു കൊടുക്കുക. കാരണം ദ്രവ്യാഗ്രഹം ഉള്ളിൽ കയറിയിരിക്കുക. ഹല്ലേലൂയ. കല്യാണ ബ്രോക്കർമാരും വസ്തു കച്ചവടക്കാരും ഫ്ലാറ്റ് കച്ചവടക്കാരും കാറ് കച്ചവടക്കാരും ലോട്ടറി കച്ചവടക്കാരും എന്നു വേണ്ട ഈ ലോകത്തിലെ സകല പരിപാടിയിലും കൈകലർത്തി മുമ്പോട്ട് പോകുന്ന ശുശ്രൂഷ വൃന്ദങ്ങളുടെ ഒരു വലിയ സമൂഹമായി പെന്തക്കോ സമൂഹം ജീർണിച്ചു പോയി, അധപ്പതിച്ചു പോയി. മടങ്ങി വരണം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക്, പഥ്യവചനത്തിലേക്ക്, പഥ്യോപദേശത്തിലേക്ക് സഭകൾ മടങ്ങി വരണം. ഇല്ലെങ്കിൽ സഭകൾക്ക് കർത്താവിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റത്തില്ല. ഏതവസ്ഥയിലേക്ക് വരണം സഭ? ഗലീല, യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയവർദ്ധന പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ടിരിക്കുന്നു. അതാ സഭ. അപ്പാസമ്മയുടെ ഉപദേശം കേട്ട് വന്ന സഭയുടെ നിലവാരം അതാ. ആത്മീയ വളർച്ച, ആത്മീയവർദ്ധനം, ആത്മീയ നിറവ്. 2 or 3 പേരുണ്ടെങ്കിലും അത് മതി. കർത്താവ് പറഞ്ഞ് ഏറ്റവും കുറം താഴ്ത്തു വെച്ചിരിക്കുന്നത് 2 or 3 പേർ. ചിലർ പറഞ്ഞ 2 പേരെ വെച്ച് എങ്ങനെ കൂട്ടായ്മ നടത്താനാണ് ഭാഷ? ഒരു കുഴപ്പമില്ല. കർത്താവ് പറഞ്ഞെങ്കിൽ നടത്തുന്നതിന് എന്താ കുഴപ്പം? കർത്താവ് പറഞ്ഞതിന് പുല്ലുവില കൽപ്പിക്കുന്നത് നിങ്ങൾക്ക് നടത്താൻ പറ്റാത്തതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നു. ഞാൻ അവർ വന്ന് ഈ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ അവർക്ക് സ്വർഗത്ത് പോകാം. 10,000 പേരെ 1000 പേരെയും കൊണ്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് 5 പേരോ 2 or 3 or 4 or 5 പേരെ കൊണ്ട് സ്വർഗത്ത് പോകുന്നതാണ് നല്ലത്. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരെ, എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുക. ഞാനിത് നിങ്ങളെ ദണ്ഡിപ്പിക്കാൻ പറഞ്ഞതല്ല. കർത്താവ് വരാറായി, സഭ എടുക്കാൻ നേരമായി, യുദ്ധങ്ങൾ വരാൻ പോകുന്നു. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, യഥാസ്ഥാനമാക്കുന്ന കാലം വരുന്നു. ദൈവം യഥാസ്ഥാനമാക്കാൻ പോവുക. സമ്പ്ലിറ്റ് ദൈവസഭയെ ചേർത്ത് കൊണ്ടതിന് ശേഷം യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന 7 വർഷത്തെ മഹോദരകാലം, അത് സമാഗമനമായി. യഹൂദൻ്റെ ദേവാലയം പണിയണം. സഭായാം ദേവാലയം ഇവിടെ ഉള്ളപ്പോൾ യഹൂദൻ്റെ ദേവാലയം പണിയാൻ പറ്റില്ല. 2 ആലയം ഒരു സമയത്ത് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. യഹൂദൻ്റെ ദേവാലയം പണിയാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കഴിഞ്ഞു. ഞാനും നിങ്ങളും നിർവിചാരികളായിരിക്കുകയാണെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാൻ കൈകൂപ്പി കാല് പിടിച്ച് പറയുക, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ എളിയ സന്ദേശം മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.